എൻ്റെ ചാനലിൽ ഇന്നാളീ അർജുൻ ഡി കെ എന്ന് പറഞ്ഞ ഒരവനായിരുന്നു രോഗം. ഇപ്പോൾ ഒരു അൺനോൺ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണണം. പൊന്നമ്മച്ചി, ഇവനെ കണ്ടാലേ അറിയാം ഒരു ഭയങ്കര മാനസിക രോഗിയാണെന്ന്. ഇവൻ്റെ ഫോട്ടോ കണ്ടാലേ അറിയാം. ഇവൻ്റെ കണ്ണൊക്കെ വെച്ചിരിക്കുന്നതാണ് ഏതോ ഒരു ഫോട്ടോ. അൺനോൺ പേഴ്സൺ ആണ്. അപ്പം തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അൺനോൺ പേഴ്സൺസിൻ്റെ ഏത് അൺനോൺ ആയാലും സൈബർ ആൾക്കാർ നല്ലപോലെ മനസ്സിലായില്ലയോ? അൺനോൺ പേഴ്സൺസിനെയൊക്കെ സൈബർ ആൾക്കാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ മതി ഇവനെയൊക്കെ പിടിക്കാൻ, ഇവൻ ഏതവനാണെന്നൊക്കെ ഉള്ളത്. നീ ആൾക്കാരെ ബുള്ളി ചെയ്യാനൊക്കെ ബുള്ളി ചെയ്യുക, മനസ്സിലായോ? ബുള്ളിങ് ആണ് ഇവൻ്റെ ജോലി. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. ഇവന്മാരുടെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പരിപാടിയാണ് ബുള്ളിങ്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രോഗങ്ങളാണ് ഇവന്മാർക്ക്. ഭയങ്കര രോഗമാണ് ഇവന്മാർക്കുള്ളത്. ബുള്ളിങ് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രോഗമാണ് ഇവന്മാർക്ക്. പിന്നെ ഗ്യാങ് സ്റ്റോക്കിങ്, പിന്നെ നമ്മുടെ ഇവൻ്റെ ഈ അൺനോൺ ആയിട്ട് വന്നിരുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ചെയ്യുക, നമ്മളെ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇവർ 2-3 പേർക്കേ ഉള്ളൂ. ഭയങ്കര ക്രിമികടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത്ര വലിയ ഇതാവേണ്ട ഒന്നും ഇടുന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു ആൾക്കാരെല്ലാം ഗൂഗിളിൽ എഴുതുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അവരെ ഒന്നും എങ്ങും കൊണ്ടുപോകുന്നില്ല, മനസ്സിലായില്ലേ? ഗൂഗിളിനകത്ത് എല്ലാ ആൾക്കാരും നല്ലപോലെ എഴുതുന്നുണ്ട് ആരാണ് ടാർഗറ്റഡ് ഇൻഡിവിജ്വൽ എന്നും എന്തൊക്കെ ഇവർ ചെയ്യുന്നതെന്നും എല്ലാം വളരെ കൃത്യമായിട്ട് ഗൂഗിളിനകത്ത് എഴുതുന്നുണ്ട്. എടാ, അപ്പം അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം എനിക്കേ ഉള്ളൂ കുഴപ്പം, നീയൊക്കെ പറയുന്ന പോലെ. നിനക്കൊക്കെയാ കുഴപ്പമില്ല. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ കണ്ടവരുടെ വീട്ടിൽ ലൈറ്റ് ഓഫ് ആക്കുന്നു, ലൈറ്റ് കിടന്നുറങ്ങുന്നു, ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കുന്നത്. ഞാൻ ദീപ എസ് പണിക്കർ സഹദേവ മന്ദിരത്തിലെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അല്ലാതെ കണ്ടെടുത്ത് ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു, ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഭയങ്കര ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവരവനെ ഭയങ്കര രോഗമായിട്ട് ഇങ്ങനെ എപ്പോഴും ഞങ്ങളുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒന്നും ആരുമില്ല, കണ്ടില്ല? ഇവിടെ വണ്ടിയില്ല, വള്ളവും ഒന്നുമില്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:12. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആരും വരാറില്ല. ഞങ്ങൾ ആരുടെയും കാര്യവും നോക്കാറില്ല. പിന്നെ ആൾക്കാരൊക്കെ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഇവൻ്റെ സുബ്രഹ്മണ്യൻ്റെ മോള് ഞാൻ 2025 എന്തോ പറഞ്ഞതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു, ഇവൾക്ക് എന്തോ കുഴപ്പമാണെന്ന് ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലയോ? എന്നോട് തന്നെ പറയുന്നുണ്ട് ഇവൾക്ക് എന്താ കുഴപ്പം, ഇവളെന്തിനാണ് ഇതൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ ഇവൻ്റെ വഴിയെ പോകുന്നുണ്ടേ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുമ്പോഴത്തേന് ഇവന് പ്രഷർ കൂടുന്നു. ഇതൊക്കെ നമുക്കൊരു കുഴപ്പമില്ല. ഇവൻ വഴിയെ പോകുമ്പോൾ നമ്മൾ ചീത്ത വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അമ്മയെന്നാണ് വിളിക്കുന്നത്, നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. ഇവനിങ്ങ് ചീത്ത വിളിക്കുക, എൻ്റെ വഴിയെ പോകുന്നുണ്ടേ അമ്മയെന്ന് വിളിക്കുന്നുണ്ടേ പാലുകൊട്, മറ്റേത് കൊടു, മറിച്ചേത് കൊടു, ഭയങ്കര രോഗം. പിന്നെ കുറേ എണ്ണത്തിന് ഇതുപോലെ രോഗമാണ്. സദാനന്ദ മന്ദിരത്തിലെ കുറേ എണ്ണം ഞങ്ങൾ മന്ദിരത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങളെ ചീത്ത വിളിക്കുക. എല്ലാവർക്കും കുറേ ഭയങ്കര. ഞങ്ങൾക്ക് ഈ രോഗങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആരെയും റോഡേ കൂടെ ഞങ്ങൾ ഒത്തിരി പോകുന്നുണ്ട്, ഞങ്ങൾ ആരെയും കാണുമ്പോൾ ചീത്ത വിളിക്കുന്നില്ല. ഇവന്മാരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പാടിക്കടയിൽ നിൽക്കുന്നുണ്ട്, ഇവനിങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു കൂവിയാണ് പോകുന്നത് സുബ്രഹ്മണ്യൻ. അന്നേരം ആൾക്കാരൊക്കെ പറയുന്നു ഇവൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പം പറയുന്നു ഇവൻ എന്തോ ഉച്ചച്ചൂട് ഇളകിയതാണെന്ന് തോന്നി, ഇവൻ ഭയങ്കര ചൂടാണെന്ന് ആൾക്കാരെല്ലാം പറയുന്നത് കേട്ട്. അതുപോലെ ഞങ്ങൾ കടയിൽ പോകുന്നു നോക്കുക. ഞാൻ അമ്പാടിക്കടയിൽ പോകുന്നു, ഞാൻ രഞ്ജു കടയിൽ പോകുന്നു, രഞ്ജു ബേക്കറിയിൽ പോകുന്നു, എംപയർ മാളിൽ പോകുന്നു. ഇതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ല? ഇവൻ പറയുന്നതിൻ്റെ സകല തെളിവുകൾ. ഞങ്ങൾ ഇവൻ്റെ ഒന്നും കാര്യങ്ങൾ നോക്കാറില്ല. ഞങ്ങളുടെ കാര്യം നോക്കിയിരിക്കുന്നത്. പിന്നെ ഇവന്മാരുടെ കയ്യിൽ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഇന്ന് എല്ലാവരും പറഞ്ഞു എൻ്റെ മുഖം കണ്ടിട്ട് ഇങ്ങനെ പുരികമൊക്കെ വലിച്ചു പറിച്ച് നോക്കുക. ഇത് കാണാത്തവരൊക്കെ അവരൊക്കെ അതിശയപ്പെട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലത്തെ തോന്നിയവാസമാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഫോണും പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ ഇടത് വശത്തോട്ട് ഇങ്ങനെ ഇടത് ചെവിയിലോട്ടും സ്ട്രോക്ക് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നോക്കും. ഇടത് വശം ഇങ്ങനെ തളർത്താനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടത് ഭാഗത്തോട്ട് ഇപ്പം രോഗങ്ങളെല്ലാം അടിയൊക്കെ തുടങ്ങിയേക്കുന്നത്. ഭയങ്കര അടിയാണ് ഇപ്പം ഇടത് ഭാഗത്തോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ മെഡിക്കൽ മാഫിയാണ്. അപ്പോൾ ഇവൻ യഥാർത്ഥം പറഞ്ഞ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് വന്നു കയറിയ ആ വീട്ടിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇവിടെ ഈ വല്യത്ത് വീടും ഇവിടെ എല്ലാം ഇങ്ങനെ കുറേ നടന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇവൻ വന്നു കയറിയ സൽപ്പകവല്ലിയുടെ ഒരു ചേട്ടത്തി, ഒരു കല്ലടക്കാരിയുണ്ട്. നിങ്ങൾക്ക് ഇത് വന്ന് തിരക്കി നോക്കാം. ഇവരുടെ ചേട്ടത്തി സൽപ്പകവല്ലി സാമിനി എന്ന് പറയുന്നവരെങ്ങനെയാണ് മരിച്ചതെന്ന്. ഇവരുടെ ശ്യാമലാലോ അങ്ങനെ കണ്ടൊക്കെ പറയുന്നവർ, എന്തുവാ പ്രിയ എന്ന് പറയുന്നവർ നമ്മുടെ അടുക്ക പറഞ്ഞതാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെന്നവരെ. എന്നിട്ട് ഇവർ പറയുന്നത് അവർ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാണെന്ന് പറയുന്നു. പിന്നെ ഇവളുടെ ഒരു കല്ലട പിന്നെ ഉള്ളത് ഒരു പൊന്മനയിലെ ഒരു ചേച്ചിയെ ഒരു കൃഷ്ണ ബസ്സിലെ ഒരു കണ്ടക്ടർ കല്യാണം കഴിച്ചായിരുന്നു. അവർ എന്നിട്ട് ഡിവോഴ്സ് ആയി, അവർ തന്നെ താമസിക്കുകയായിരുന്നു. എന്നിട്ട് ഇവരെ കൊണ്ടുപോയി നമ്മുടെ പുതിയ സുനാമി പാലം ഉണ്ടല്ലോ, സുനാമി പാലം പുല്ലുളങ്ങരയ്ക്ക് പടിഞ്ഞാറുള്ള സുനാമി പാലത്തിൻ്റെ അവിടുന്ന് പൊക്കി, ആ പാലത്തിൽ നിന്ന് പൊക്കി കായലിൽ തള്ളിയിട്ട് എന്നിട്ട് ചെരുപ്പ് അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ എന്നിട്ട് ആത്മഹത്യയാണെന്ന് പറഞ്ഞു അവരെല്ലാം തള്ളിയിട്ട് കൊന്നതാണ്. ഇതുപോലെ തന്നെ ഇവരുടെ തന്നെ സാറമ്മ എന്ന് പറയുന്ന സൗദാമിനി എന്ന് പറയുന്ന അമ്മയുടെ മോൻ, ആ മോന് ഇതുപോലെ വലിയൊരു ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. ആ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇതെല്ലാം അങ്ങ് ആത്മഹത്യയായി. ഇവരുടെ വീട്ടിൽ തന്നെ നടന്നതാണ്. ഇവരുടെ ഒരേ
ഇവന്മാരുടെ ഈ പെണ്ണുങ്ങളിൽ 9 എണ്ണത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ സൽപ്പകവല്ലിയുടെ ചേട്ടത്തിമാരുടെ സംഗതികളാണ് ഈ പറയുന്നത്. അപ്പം ഈ എന്താണ് ഈ സാറമ്മ എന്ന് പറയുന്ന ആ വല്യമ്മച്ചിയുടെ ഒരു മോന്, ആ മോൻ വലിയ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെ കുളത്തിൽ നിന്ന് ചത്താ കിട്ടിയത്. എന്നിട്ട് ഇതുപോലെ തന്നെ ചെരുപ്പ് അവിടെ വെച്ചിരുന്നു. അപ്പോൾ ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നതാണ് എല്ലാവരും അല്ലാതെ 2 പേര് ഒരുപോലെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി അവിടെ വെച്ചിട്ട് അതൊക്കെ അപ്പം പ്രീ പ്ലാൻഡ് ആണ് ഇതൊക്കെ. അതുപോലെ ഇത് ഈ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന് കുളത്തിലിട്ടിരുന്നു. പിന്നെ ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓടിട്ട വീടെന്ന് പറയുന്ന ഒരു എണ്ണമുണ്ട്. തവാൻ എന്ന് പറയുന്ന ഒരു ഇവരുടെ തന്നെ ഈ സൽപ്പകവല്ലിയുടെ ഒരു ചേട്ടത്തിയുടെ മോൻ. അത് ഓടിട്ട വീട് ഈ പുല്ലുളങ്ങരയ്ക്ക് കിഴക്കാണ് ഈ സംഭവം. പുല്ലുളങ്ങരയ്ക്ക് ജസ്റ്റ് ഒരു വലിയൊരു മുഴുങ്ങോടിക്കാവിൽ ഒരു അമ്പലമുണ്ട്. മുഴുങ്ങോടിക്കാവിൽ എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഓടിട്ട വീടെന്ന് പറയുന്ന വീട്ടിൽ തവാൻ എന്ന് പറയുന്ന ഒരുത്തിയെ ഒരുത്തനെ അത് ഈ സൽപ്പകവല്ലി എന്ന് പറയുന്നവരുടെ ചേട്ടത്തിയുടെ മോനാണ്. ഇവനെ ഇതുപോലെ കെട്ടിത്തൂക്കി കൊന്നു. അവിടെ ഒന്നും ആരുമില്ലായിരുന്നു. എന്നിട്ട് ഇവനെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാര്യയൊക്കെ ആരാണ്ട് അടിച്ചോ മാറ്റിക്കൊണ്ട് പോയി. എന്നിട്ട് ഇവനെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ട് പറഞ്ഞ് തന്നെ ചത്തതാണ്. ഇതൊക്കെ ഇങ്ങനെ പല ഇതാണ്. അതുപോലെ തന്നെ പ്രിയെന്ന് പറയുന്ന ഒരുത്തി ഇതുപോലൊക്കെ ഇതാക്കാൻ നോക്കി. അവൾ രക്ഷപ്പെട്ട് എവിടേക്കോ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയത്തില്ല അവിടെ കാര്യങ്ങൾ. അവളുടെ മോളെ ഇതുപോലെ പുറകിൽ നടക്കുമായിരുന്നു ഇവന്മാർ. ഇപ്പോൾ ഇവൻ്റെ മോൻ ഈ സൽപ്പകവല്ലിയുടെ മോൻ ഇവൻ്റെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ കള്ളൻ്റെ മോനെ ഇതുപോലെ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് മയങ്ങുന്ന സാധനം എല്ലാം കൊടുത്തിട്ട് മയക്കി കൊണ്ടുവന്ന് ആശുപത്രിയിലിട്ട് ഇപ്പം എവിടെയാണെന്ന് അറിയത്തില്ല. ആശുപത്രിയിലിട്ടിട്ട് ഇതാക്കിയേക്കുക. ലേക്ക് ഷോറിലാണ് കൊണ്ടുപോയി. അത് ഇവനെ പോലെ തന്നെ കുടിയനാണ്. ഈ സുബ്രഹ്മണ്യനെ പോലെ തന്നെ ഭയങ്കര കള്ളുടിയനാണ് ഇവനും. ഇവനെ ഗൾഫിൽ നിന്ന് വരുത്തിയിട്ട് മോഹൻ സിംഗും ഒരു രാജേഷ് ഗംഗ എന്നൊക്കെ പറയുന്ന ഇവന്മാരെല്ലാം കൂടി ഏതാണ്ടെല്ലാം കള്ളു കുടിപ്പിച്ച് പൂസാക്കി ഏതാണ്ടെല്ലാം കൊടുത്ത് മയങ്ങുന്ന സാധനമല്ല. ഇവന്മാരുടെ ഈ മയങ്ങുന്ന സാധനമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ പറയുന്നതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മയങ്ങുന്ന സാധനം എല്ലാം കൊടുത്ത് മയക്കി ഇവനെ കൊണ്ടുപോയി. ഇവൻ എന്നിട്ട് മയങ്ങി വീഴാറായപ്പോൾ ഇവനോട് പറഞ്ഞ് പൊക്കോളാന്ന്. അപ്പോൾ ഇവൻ പള്ളിപ്പാട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പോയി എന്നിട്ട് ഇവിടെ ചെന്നിട്ട് നമ്മുടെ പുന്നമൂടി വന്നപ്പോഴത്തേന് മയങ്ങി വീണപ്പോൾ ഇവന്മാർ ആംബുലൻസിനകത്ത് പൊക്കിയിട്ട് ലേക്ക് ഷോറിൽ കൊണ്ടുപോയി ബോധം കെടുത്തി അവിടെ ഇട്ട് കുറേ നാളിട്ട് ഇങ്ങനെ ബോധക്കേടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹരീഷ് റാണയുടെ കൂട്ടൊക്കെ ഇട്ട്. അപ്പം ഹരീഷ് റാണെ നിങ്ങൾക്കെല്ലാം അറിയാം. ആളുകൾ പറയുന്നത് അയ്യോ ആ കുഞ്ഞിന് ഉള്ളിൽ ബോധമുള്ളൂ. അതുപോലെ ഇവന് ഇങ്ങനെ ചുമ്മാതെ മയങ്ങാനുള്ളത് മാത്രം കൊടുത്തിട്ട് പറഞ്ഞ് കോമയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് ഇവനെ ഇതാക്കി കൈയും കാലും ഒക്കെ മയക്കം വിട്ടങ്ങാണ് എണീറ്റ് ആരും അറിയുക. ഡോസ് മാറുമ്പോഴേ മയക്കത്തിൻ്റെ ഡോസ് വിടുമ്പം ഇവൻ ചാടി എണീറ്റ് ഓടാതിരിക്കാൻ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ലേക്ക് ഷോ അവിടെ വന്നിട്ട് ഐസുവിൻ്റെ ഒരു ഇതും ഇല്ല. വെറുതെ ഒരു ഷെഡ് പോലെ എടുത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇവനെ എല്ലാം റെഡിയാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇവന്മാർ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ നല്ലപോലെ ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ ഇടുന്ന ആരും ഒരു കമൻറ്റും ഇടുന്നില്ല. ഇവന് പ്രാന്താണോ? ഇവൻ ഈ തെറി വിളിക്കുന്ന കേട്ടാൽ എല്ലാവരും ചോദിക്കും പ്രാന്താണോ? അതൊന്നും ചോദിക്കും. അപ്പം നമ്മളെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഇവന്മാരുടെ ഗ്യാങ് സ്റ്റോക്കിങ്, മറ്റേ സ്റ്റോക്കിങ്, നമ്മളെ പുറകിൽ ഇങ്ങനെ നടക്കുക. അപ്പം നമുക്ക് കണ്ടറിയാം. അവൻ്റെ കണ്ണും എല്ലാം കൂടെ കണ്ടറിയാം. അവൻ്റെ അൺനോൺ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഇവൻ ഏതോ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇതുപോലെ ഇവന്മാരൊക്കെ തന്നെ ആയിരിക്കും. ഇവന്മാരുടെയൊക്കെ ഇപ്പം ഇവനെ സേവ് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ അറിയണം, ഇവൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാം സേവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവൻ ഏതാണെന്ന് അറിയണ്ടല്ലോ. ഈ അൺനോൺ പേഴ്സണെയൊക്കെ കണ്ടുപിടിക്കും. എത്ര അൺനോൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ ചാനലിൽ തുടങ്ങിയാലും ശരി അൺനോൺ പേഴ്സണിനെയൊക്കെ കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിൻ്റെ കയ്യിലും കോടതി ഉത്തരവിട്ടാൽ മതി. കോടതിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. മനസ്സിലായില്ലയോ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇടത് ഭാഗം തളർത്തി എങ്ങനെങ്കിലുമൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇടത് ഭാഗത്തോട്ട് ഇങ്ങനെ തുടങ്ങിയിരിക്കുക. ഇടത് ചെവിയിലോട്ടൊക്കെ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാരിങ്ങനെ മെഡിക്കൽ മാഫിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിത് അന്വേഷിക്കാം. പോച്ചയിൽ ഇവൻ്റെ വീട്, ഇത് സുബ്രഹ്മണ്യൻ്റെ വീട്, ഇതേ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ അന്വേഷിക്കാം. അതുപോലെ ഇങ്ങനെ ഈ രാജമ്മ എന്ന് പറയുന്നവൾ, ഇവിടെ നിന്നവൾ, ഈ തുമ്പോൺകാരി, അവളുടെ കൂടെ നിന്ന ഒരു ജോലിക്കാരി വിനോദിനി, അവളെ എല്ലാം വകവരുത്തി ഇതുപോലെ ഒരു കുഴപ്പമില്ലായിരുന്നു. 10-25 വയസ്സുള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ ഇവിടെ അടുത്തൊരു മോളിയമ്മാമ എന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഇതുപോലെ മധുരയിൽ പഠിക്കുന്നവളെ ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. ആ കൊച്ചിനെയും വകവരുത്തി പാൻക്രിയാസിനകത്ത് ഏതാണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആ കൊച്ചിനും ഏതാണ്ടെല്ലാം കൊടുത്ത് ഇവളിങ്ങനെ കൊണ്ട് നടപ്പായിരുന്നു ആ കൊച്ചിനെ ഇതുപോലെ. അതല്ല, ആ കൊച്ചിനെയും വകവരുത്തി. ആ കൊച്ചിന് ജീവനോടില്ല. ഈ വിനോദിനി ജീവനോടില്ല. ഇവളുടെ ഭർത്താവും ജീവനോടില്ല. ഈ രാജമ്മയുടെ ഇല്ല. ഈ പ്രീത എസ് പണിക്കറിൻ്റെ ഇല്ല. ഇങ്ങനെ ഭയങ്കര കള്ളത്തരങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ എങ്ങനെയെങ്കിലും റെഡിയാക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുക ഇവന്മാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അൺനോൺ പേഴ്സൻ്റെ എല്ലാം നമ്മളെടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ആവശ്യം വരും.